സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് തദ്രീബു തിലാവ എങ്ങനെയാണ് അത് ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ സൂറത്തുകൾ ഹിഫ്ലിന് നമ്മൾ മനഃപ്പാഠമാക്കണം, അതോടൊപ്പം തന്നെ മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം നടന്ന രൂപത്തിലല്ല ഇപ്രാവശ്യം ഖുർആൻ തദ്രീബു തിലാവ പരീക്ഷ ഉണ്ടാവുക. ഓരോ കുട്ടികൾക്കും ഓരോ പേപ്പർ കൊടുക്കും. 2-ാം ക്ലാസ്സിൽ എല്ലാവർക്കും കൂടെ ഉസ്താദിന് ഒറ്റ പേപ്പർ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല, ഓരോ കുട്ടികൾക്കും ഓരോ പേപ്പർ കൊടുക്കും. ആ പേപ്പറിൽ നമ്മുടെ തദ്രീബു തിലാവ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ അതിൽ ഖുർആനിൻ്റെ ചോദ്യം ഉണ്ടാകും, ഹിഫ്ലിൻ്റെ ചോദ്യം ഉണ്ടാകും. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾ കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറായിരിക്കും. അതിൽ നിങ്ങളിവിടെ കാണുന്നില്ലേ, കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കാം എന്ന് ഫസ്റ്റ് ചോദ്യം ഉണ്ടാകും. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും ആദ്യം ഉസ്താദ് പേപ്പർ തരും. തദ്രീബു തിലാവയുടെ ഉത്തരങ്ങൾ നമ്മൾ ആ സമയത്ത് എഴുതണം. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് നമ്മൾ ഓരോരുത്തരെയും ഖുർആൻ ഓദിപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കും. ഖുർആനിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തത്, സൂറത്തുൽ ജിന്നിൽ നിന്ന് 1-2 ആയത്തുകൾ കുട്ടിയെ കൊണ്ട് ഓദിപ്പിക്കുക എന്നതാണ്. 3-ാം ക്ലാസ്സിൽ ഖുർആനിൻ്റെ പാഠഭാഗമായി വരുന്ന ഖുർആൻ സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തുൽ മുജാദില മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയാണ് നമുക്ക് ഖുർആൻ ഇതുവരെ എടുത്തത്, പരീക്ഷയ്ക്കുണ്ടാകുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. 1-2 ആയത്താ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നമ്മുടെ പാഠഭാഗമാണ്, പരീക്ഷയ്ക്കുള്ള ഭാഗമാണ്. നന്നായി ഓതി പഠിക്കുക. ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓതിക്കൊടുക്കും. ഓതിക്കൊടുക്കുമ്പോൾ മാർക്ക് മാനദണ്ഡമുണ്ട്. ഉസ്താദ് നമുക്ക് മാർക്ക് തരുന്നത് പഴയ പോലെ ഇങ്ങനെ 50, 30, 40 എന്നുള്ള രൂപത്തിലല്ല. നിങ്ങളുടെ പേപ്പർ വാങ്ങി ഉസ്താദ് നിങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓത്ത് ഉസ്താദ് നോക്കും. നിങ്ങൾ അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണമാണ് നടത്തിയതെങ്കിൽ, അഥവാ ഓരോ അക്ഷരങ്ങൾക്കും അത് പുറപ്പെടുവിക്കേണ്ടുന്ന സ്ഥാനങ്ങൾ നമ്മുടെ കഴിഞ്ഞ 2-ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ നിന്നുകൊണ്ട് തന്നെയാണോ പുറപ്പെടുവിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇങ്ങനെ മുറിച്ച് ഓതാതെ, അല്പം നിർത്താതെ ഓരോന്നും കൂട്ടി ഓതുന്നുണ്ടെങ്കിൽ നമുക്ക് ഉസ്താദ് 18 മാർക്ക് അവിടെ അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ 17 മാർക്ക് അടയാളപ്പെടുത്തും. ഇനി അടുത്തത്, പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഈ അക്ഷരങ്ങളുടെ ശുദ്ധി. അപ്പോൾ ഈ അക്ഷരങ്ങൾ കുട്ടികൾ നല്ലോണം ഉച്ചരിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കാനുള്ള മറ്റൊരു നിർദ്ദേശം. അതിൽ ഖാഫ് ഉണ്ട്. ചില കുട്ടികൾ ഖാഫിന് ക എന്ന് പറയും, ക അല്ല ഖ എന്നുള്ളതാണ്. പിന്നെ ഷീന് പലപ്പോഴും സ എന്ന് പറയുന്നവരുണ്ട്, സോ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഷീനിൻ്റെ ഉച്ചാരണം ഷീന് എന്ന് തന്നെയായിരിക്കണം. പിന്നെ ഐന്, അതുപോലെ തന്നെ ഐന്, ഇതൊക്കെ അതിൻ്റെ മഖ്റജിൽ നിന്ന് കുട്ടി പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള നിർദ്ദേശമാണ്. അതൊക്കെ ശരിയാണെങ്കിൽ അതിന് നിർദ്ദേശ മാർക്ക് ഉസ്താദ് അവിടെ ഇട്ടുകൊടുക്കും. അപ്പോൾ ഇതാണ് ഖുർആൻ പരീക്ഷയുടെ രൂപവും നമുക്ക് പഠിക്കാനുള്ള ഭാഗവും. ഇനി അതിൻ്റെ തൊട്ടു താഴെയായിട്ട് തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളുണ്ടാവും. 2-ാമത്തെ പ്രവർത്തനം മുതൽ തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളാണ്. പിന്നെ ഈ പേജിൻ്റെ താഴെ വരെ തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളാണ്. ഇനി ഈ പേപ്പറിൻ്റെ നേരെ അപ്പുറത്ത് എന്തുണ്ടാകും? ഹിഫ്ലിൻ്റെ ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യം വന്നിട്ടുള്ള ചോദ്യം അക്ഷരങ്ങൾ എഴുതാം എന്ന ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത് നിങ്ങൾക്ക് കാണാം, ഹുറൂഫുൽ ജൗഫ് എഴുതാനാണ്. തദ്രീബു തിലാവയിൽ നമുക്ക് ആകെ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് എന്തുമാത്രമാണ്? ഹുറൂഫുൽ ജൗഫ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഹുറൂഫുൽ ജൗഫ്, അതുപോലെ തന്നെ ഹുറൂഫു ഷഫത്തൈനി. ഹുറൂഫുൽ ജൗഫ് 3 അക്ഷരം ഉണ്ടാകും, ഹുറൂഫു ഷഫത്തൈനി 4 അക്ഷരം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഹുറൂഫുൽ ലിസാന്, നമുക്ക് എടുത്ത ഹുറൂഫുൽ ലിസാനുകൾ
ആ ഹുറൂഫ് ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് കൂടുതലായും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ചിലപ്പോൾ അത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ അല്ലെങ്കിൽ വരച്ചു കൊടുക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തത് ഹുറൂഫുൽ ജൗഫ്. ഇനി എത്രയെന്ന് ചോദിച്ചാൽ 3 ഇനി അതിൻ്റെ മറ്റൊരു പേര് എന്തെന്ന് ചോദിച്ചാൽ മദ്ദി എന്നാണ്. അപ്പോൾ അലിഫ്, യാ, വാവ്. അപ്പോൾ ഇതാണ് ഹുറൂഫുൽ ജൗഫ്. ഇനി അടുത്ത രണ്ടാമത്തത് ഹുറൂഫ് ഷഫത്തൈനി. ഷഫത്തൈനി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണത്? വാവ്, ഫാ, മീം, ബാ എന്നിങ്ങനെ 4 അക്ഷരങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. താഴെ ഉദാഹരണത്തിൽ നിന്നും, ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തത്, താഴെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ ലിസാൻ 3 എടുത്തെഴുതാം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മനസ്സിലായി 3-ലധികം വരുന്നുണ്ട്. നിങ്ങൾ എന്തെടുത്ത് എഴുതിയാൽ മതി? 3 എടുത്തെഴുതിയാൽ മതി. ഏതാണ്? തവഫനി മുസ്ലിമൻ എന്നതാണ് കൊടുത്തിട്ടുള്ളത്. ത എന്നുള്ളത് ഹുറൂഫുൽ ലിസാനാണ്, അതുകൊണ്ട് അതവിടെ എഴുതി കൊടുത്തു. പിന്നെ വ, ഫ എന്നുള്ളതാണ്. അത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഷഫത്തൈനിൽ വരുന്നതാണ്. ഇനി നീ എന്നുള്ളത് അത് ഹുറൂഫുൽ ലിസാനാണ്, അപ്പം നൂ നമ്മളവിടെ എഴുതി കൊടുത്തു. ശേഷം യാ ആണ്, അത് ഹുറൂഫുൽ ജൗഫ് മദ്ദിയാണ്, അപ്പോൾ അത് എഴുതാൻ പാടില്ല. പിന്നെ മുസ്ലിമൻ എന്നുള്ളതിൽ മീം ഹുറൂഫ് ഷഫത്തൈനി, അത് പറ്റില്ല. പിന്നെ സീന് ഹുറൂഫുൽ ലിസാനാണ്, അപ്പോൾ അത് നമ്മളവിടെ എഴുതി കൊടുത്തു. ഇനി ലി എന്നുണ്ട്, അതും ഹുറൂഫുൽ ലിസാനാണ്, അത് എഴുതാൻ വേണ്ട, കാരണം 3 കള്ളി അവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് മൻ എന്നുള്ളതിലെ മീം, അത് നമ്മൾ പറഞ്ഞു ഹുറൂഫ് ഷഫത്തൈനി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹുറൂഫുൽ ജൗഫ്, ഹുറൂഫ് ഷഫത്തൈനി, ഹുറൂഫുൽ ലിസാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അടുത്ത 4-മത്തെ ചോദ്യം നോക്കി എഴുതാമെന്ന ചോദ്യമാണ്. വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ എഴുതി കൊടുത്താൽ മതി. അത് എഴുതാനുള്ള ഡാഷിട്ട ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ എഴുത്തിൻ്റെ മനോഹാരിതക്കനുസരിച്ചാണ് മാർക്ക്. അതിനൊക്കെ നിർദ്ദേശ മാർക്ക് നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നല്ല രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക. ഇനി നേരെ ഈ ചോദ്യ പേപ്പറിൻ്റെ അപ്പുറത്തുള്ളത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. തഹ്ഫീദുൽ ഖുർആൻ ഹിഫ്ള് പരീക്ഷയാണ്. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കാം എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ടുള്ള ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അതിലൊന്നാമത്തത് സൂറത്തു തകാസുറിൽ നിന്ന് 7-8 ആയത്തുകളാണ്. 20 മാർക്കാണ് അതിന് വരുന്നത്. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ ഖാരിഅയിൽ നിന്ന് 6-7-8 ആയത്തുകളാണ്. അതിന് 20 മാർക്ക്. അപ്പോൾ ഈ രണ്ടും ഓതി കൊടുത്തവർക്ക് 40 മാർക്കായി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തത് റബ്ബന ആത്തിന മുതൽ അദാബൻ നാർ വരെ ഓതി ചൊല്ലിക്കൊടുക്കുക. അതിന് 10 മാർക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളത് നമ്മൾ ഫിഖ്ഹിൽ നിന്ന് പഠിച്ച ദിക്റുകളാണ്. ഇനി തദ്രീബു തിലാവ പുസ്തകത്തിൽ ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും പുറമേ നിന്നുള്ളത് പഠിക്കണ്ട. നമ്മൾ ഫിഖ്ഹിൽ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച അത്തഹിയാത്ത്, കുനൂത്ത്, ഉളൂൻ്റെ നീയത്ത്, ബാങ്ക്, ഇഖാമത്ത് ഇതൊന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ തദ്രീബു തിലാവയുടെ അവസാനം മനഃപ്പാഠമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുആകൾ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ നിന്നുള്ള ദുആകൾ. ആ ദുആ ആണ് ചോദിക്കുക. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എടുത്ത പാഠത്തിൽ നിന്ന് അതിൻ്റെ അവസാനം നോക്കുക. അവസാനത്തിൽ വന്ന ദുആകൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കുണ്ട്. നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഹിഫ്ളിന് ഏതൊക്കെ സൂറത്തുകൾ നമ്മൾ കാണാതെ പഠിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിയ മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ ഹിഫ്ളിൻ്റെ ഭാഗങ്ങളായി വരുന്ന സൂറത്തുകളാണ്. അപ്പോൾ ഖാരിയ മുതൽ അങ്ങോട്ട് അവസാനം നാസ് വരെയുള്ള സൂറത്തുകളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലായി.
ഇൻഷാ അള്ളാ എല്ലാവർക്കും നല്ല രൂപത്തിൽ ഹിഫ്ളും ഖുർആനും പരീക്ഷ നേരിടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരു ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.